ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചകവിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് മധുരിക്കുന്ന ഒരു വിഭവമായിട്ടാണ്, നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുമായിട്ടാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ പൈനാപ്പിൾ പച്ചടി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടുന്ന പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക ഞാൻ ഒരെണ്ണമാണ്, ഒരു ചെറുതാണ്, അത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളകും, കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, പിന്നെ വളരെ കുറച്ച് മാത്രം ഒരു 10 12 കറുത്ത മുന്തിരിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഒഴിച്ച് ബാക്കി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുന്തിരി നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട. പൈനാപ്പിളും മുളകും കറിവേപ്പില എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ വഴറ്റുന്നത്. അതേപോലെ 2-3 മിനിറ്റ് നേരം നമ്മളൊന്ന് വഴറ്റിയാൽ മതി. ഒത്തിരി നേരം വഴറ്റേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിളിനകത്ത് ജലാംശമുള്ളതിനാൽ കുറച്ച് വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പൂടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൈക്ക് ചെറിയ 2 പിടി തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയുള്ളി ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് വളരെ കുറച്ച് കടുകാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി കടുകിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർക്കുന്നത്. അതിഷ്ടമുള്ളവർ കുറച്ചുകൂടെ കൂടുതൽ ചേർത്തോളൂ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പച്ചടിക്കൊക്കെ നമ്മൾ അരയ്ക്കുമ്പം നല്ലതായിട്ട് ഇത് അരഞ്ഞു കിട്ടണം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം വേണ്ടവർക്ക്. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം, നല്ലതായിട്ട് അരഞ്ഞു കിട്ടണം. അരപ്പോട് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ആദ്യം. പിന്നെ നമ്മൾ ഇനി ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, അതുകൂടി ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം കറുത്ത മുന്തിരി നമ്മൾ ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കാഞ്ഞത്. അതേപോലെ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യരുത്. അപ്പോൾ ഈ സമയത്ത് മാത്രം നമ്മളിത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് ഇതിൻ്റെ ഈ പച്ചച്ചവ തേങ്ങയുടെ മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു 2 മിനിറ്റിനടുത്ത് ആവുന്നുണ്ട്. ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം തൈര് ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തൈര് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പുളിയുടെ അനുസരിച്ചൊക്കെയാണ് നമ്മൾ തൈര് ചേർക്കേണ്ടത്. ഇതിലേക്ക് ഒത്തിരി പുളി ഉള്ളതും ചേർക്കരുത്, അതുപോലെ ഒത്തിരി പുളി കുറഞ്ഞതും നമ്മൾ ഈ പച്ചടിക്കൊന്നും തൈര് ചേർക്കരുത്. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 9-10 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റ് കൂട്ടുന്ന കാര്യമാണ് ഈ പഞ്ചസാര അവസാനം കുറച്ച് ചേർക്കുന്നത്. അതുപോലെ പൈനാപ്പിളിനൊക്കെ ചിലപ്പം കുറച്ച് പുളി കൂടുതലായിരിക്കുമല്ലോ. അപ്പം ഞാൻ എടുത്ത പൈനാപ്പിളിന് ഇന്ന് കുറച്ച് പുളി കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1-2 നുള്ളു മഞ്ഞൾപ്പൊടി, കളറ് കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം ചേർത്ത് കൊടുക്കരുത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുവാണെങ്കിൽ. അപ്പം നമ്മുടെ മധുരിക്കുന്ന പൈനാപ്പിൾ പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീണ്ടും കാണുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.